സംസാരിച്ചല്ലോ. ഇനി എന്താ നിങ്ങൾ കേട്ടത്, എന്താ നിങ്ങൾ പറഞ്ഞത്? 2-3 പേരൊന്ന് വന്ന് പങ്കുവയ്ക്കുക. എന്തായിരുന്നു നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ സ്വകാര്യ മുറിയിൽ കേട്ടത്? പുരമുകളിൽ പ്രഘോഷിക്കുക എന്ന് പറയുന്നത് ഇതാണ്. വേഗം വായോ. ഇപ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റർമാരാരെങ്കിലും വരുമായിരിക്കും. കേട്ടോ, എൻ്റെ കർത്താവേ നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ഷെയർ ചെയ്തത് സങ്കീർത്തനങ്ങളെ പറ്റിയായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഞങ്ങൾ കോൺവെൻറ്റ് വരുമ്പം മുതൽ ഞങ്ങളുടെ യാമപ്രാർത്ഥനകളിൽ നീണ്ട സങ്കീർത്തനങ്ങൾ, ചിലപ്പം തോന്നുന്നു ഒത്തിരി നീളം കൂടിപ്പോകുന്നല്ലോ, ചിലതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാതെയൊക്കെ വരുന്നു. പിന്നീടുള്ള പഠനങ്ങളിലൂടെ കുറേയെല്ലാം അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സുകളിലൂടെ കുറച്ചുകൂടെ അതിൻ്റെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ആ ബുദ്ധിയുടെ യുക്തിയുടെയൊക്കെ തലത്തിൽ നിന്ന് മാറി ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിന് കുറച്ചും കൂടെ വ്യക്തത കിട്ടി. അതായത് പഴയ നിയമ കാലഘട്ടത്തിലെ ആളുകൾ അവരുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈശോയോടൊത്ത് മുമ്പ് നമ്മൾ ധരിച്ചിരുന്നത് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടി ആത്മാവ് മധ്യസ്ഥം വഹിക്കുന്നു. നമുക്ക് പലതും മനസ്സിലാകുന്നില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഈ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പം അതിൽ നിന്നും ഉപരിയായിട്ട് ആത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ കൂടുതലായ ഒരു വ്യക്തത ലഭിച്ചതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കുകയുണ്ടായി. ഒരു പോയിൻ്റ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ഹൃദയത്തിൽ കൂടുതലായിട്ട് ഞങ്ങളെ തട്ടിയത്. താങ്ക് യു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.